നമ്മളെ ഡോഗിനെ നിങ്ങൾ കടൽ കാണിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കാണിക്കും. ഞാൻ ബ്ലാക്കിനെ കടൽ കാണിച്ച് ഞാൻ കാണിച്ചത്. ഞാനും ബ്ലാക്കും തമ്മിൽ ഓട്ട മത്സരം. ഇതാണ് ഫിക്സ് പോയിന്റ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ബ്ലാക്കിനെ കടൽ കാണിക്കാൻ കൊണ്ടുപോയി. ബ്ലാക്കി ആദ്യമായി കടൽ കാണാൻ പോയി. കടലിവിടെ വെച്ചിട്ട് പൊന്നാനിയാണ് പോകുന്നത് കാണാൻ. ഇവിടെ മലപ്പുറത്തിന്റെ ഒരറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, മറ്റേ അറ്റത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നല്ല ദൂരമുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ 87 കിലോമീറ്റർ അത്രയുണ്ട്. അതും സ്ട്രൈറ്റ് ഒന്നും അല്ല, ചുറ്റി വളഞ്ഞ് അങ്ങനെ കുറേ ദൂരമുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം കൂടിയ യാത്രയാണ്. അപ്പോൾ കുറച്ച് നിർത്തിയേ പോവുള്ളൂ. അപ്പോൾ ബ്ലാക്ക് ആദ്യമായിട്ട് കടൽ കാണാൻ പോവുകയാണ്. ഇതുവരെ ബ്ലാക്ക് കടൽ കണ്ടിട്ട് കടൽ കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടറിയാം എന്തായിരിക്കും എന്ന്. പിന്നെ ബ്ലാക്കിക്ക് കളിക്കാൻ അവിടെ ചെന്നിട്ട് ഫുട്ബോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഴ പെയ്താലില്ലെങ്കിലൊക്കെ നമ്മളവിടെ ഇറങ്ങും, ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ പൂക്കോട്ടുംപാടാണ്. പൂക്കോട്ടുംപാടിൽ നിന്ന് നേരെ മഞ്ചേരിയാണ് നമുക്ക് പോകുന്നത്. മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് നേരെ കോട്ടക്കലിൽ നിന്ന് തിരൂര്, അവിടുന്ന് പൊന്നാനി അഴീക്കൽ ബീച്ചാണ് നമ്മൾ പോണത്. നല്ല ബ്യൂട്ടിഫുൾ ബീച്ചാണ്. കോഴിക്കോടിനെക്കാട്ടി ഞാൻ പോയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബീച്ചാണ്. നമുക്ക് കോഴിക്കോടാണ് കുറച്ചുകൂടി അടുത്ത് കോഴിക്കോട് ബീച്ച്. പക്ഷേ കോഴിക്കോട് ബീച്ച് ഭയങ്കര ക്രൗഡാണ്. ഇത് ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ഓടും ചാടും കെട്ടി ബീച്ചിൽ കൊണ്ടുപോകാതെ നമുക്ക് ബീച്ച് കൂടെ നടത്താം. കോഴിക്കോട് നടക്കില്ല, ഭയങ്കര ക്രൗഡാണ്. ആദ്യം നമുക്കൊന്ന് വർക്ക്ഷോപ്പ് പോകണം, വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാണ്ട്. സംഭവമൊക്കെ ക്ലിയർ ആണ്, നമുക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2:10 സമയം. 2 മണിക്കാണ് ഇറങ്ങിയത്. നമ്മൾ വർക്ക്ഷോപ്പ് പോയപ്പോൾ നേരം വൈകിയാണ്. ഇപ്പോൾ പമ്പിൽ 2:30 നിർത്തിയാണ്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 3:06. നമ്മളവിടെ നിന്നിട്ട് 1 മണിക്കൂറായി. ഞാൻ കുറച്ച് പതുക്കെയാണ് പോണത്, കാരണം ഈ വളവും തിരിവെക്കണോട് ബ്ലാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോകും. അതുകൊണ്ട് ഞാൻ പതുക്കെ വണ്ടി ഓടിക്കുക. എന്നാലും ഒരു 40-56 റേഞ്ചിലാണ് പോകുന്നത്. നല്ല നേരെ റോഡല്ലാത്തതുകൊണ്ട്, വളവായതുകൊണ്ടാണ്. ഇപ്പോഴേക്ക് ഭയങ്കര യാത്ര പോകാൻ ഇഷ്ടമാണ്. യാത്ര ഇങ്ങനെ കാഴ്ചകളൊക്കെ കൊണ്ട് പോകണത് ഇഷ്ടം. ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളതല്ല, ഒരു വണ്ടിയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോവുക. ഇപ്പൊ നമ്മളെവിടെയെങ്കിലും നല്ല ദൂരം പോയി ആളെ ക്ഷീണിച്ച് പുറത്തുനിന്ന് ഇറക്കി ഒരു മൂത്രമൊക്കെ ഒഴിച്ച് നേരെ ചിലപ്പോൾ പറയാതെ തന്നെ വണ്ടിക്ക് കയറും. അപ്പൊ ആൾക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫുള്ളൊരു കാഴ്ച ഇപ്പൊ വിളിച്ചപ്പോ ഒന്നാണ് ഫുള്ള് കാഴ്ചകൾ കാണുന്നത്. ഇപ്പൊ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളാണ് ഫുള്ള്. ഇപ്പൊ മഞ്ചേരി ഉണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് സ്ഥലങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. നോക്കണോ ഫുള്ള് നോക്കാം. അങ്ങനെ ഒരു ഗ്രൗണ്ട് കണ്ടപ്പോ നിർത്തിയതാണ്. നമ്മൾ ബ്ലാക്കിന് മൂത്രം എത്തിക്കാം. വെള്ളം കുടിച്ചോ. ഞാൻ മലപ്പുറം എത്തി. അവിടുത്തെ പെപ്സിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ നിർത്തിയാണ്. ഒരു റെഡ് ബുള്ളും ഒരു സ്നിക്കറും വാങ്ങി. ഈ ബ്ലാക്കിന്റെ ചെറിയിൽ നോക്കി അത് തിന്നാൻ പോവാണ്. ഇല്ല ബ്ലാക്കിന് മുട്ട തിന്നാൻ പറ്റില്ല. യാത്ര ചെയ്യണോണ്ട് ഒന്നും കൊടുക്കാൻ പാടില്ല, കാരണം ഛർദ്ദിക്കും. രാവിലെ ചോറ് കൊടുത്താണ്. ബ്ലാക്കി ട്രീറ്റ് ചെയ്യും. ഓക്കെ, 3:56 4 മിനിറ്റ് കൂടെ 4 മണി. ഞാൻ 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 4 മണിക്കാണ് എത്തുന്നത് വിചാരിച്ച്. ഇനിയും സമയങ്ങൾ ദൂരം ഇഷ്ടം പോലെ ഉണ്ട്. തിരക്കുള്ളതിരിക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ കോട്ടക്കലെത്തി. മലപ്പുറത്തുനിന്ന് കോട്ടക്കലേക്ക് പെട്ടെന്ന് എത്തിയാൽ കേട്ടോ. തോന്നിയതാണെന്ന് അറിയില്ല. ഇപ്പൊ അരിമതിശാല ഇങ്ങോട്ട് കാണിച്ചപ്പോഴാണ് കോട്ടക്കലെത്തിയമാര് മലപ്പുറത്ത്. ഫ്രണ്ട്സ്, ഇതാ കാണുന്ന അവിൽ മിൽക്ക് ഉണ്ടല്ലോ, അതാണ് കേരളത്തിൽ ആദ്യമായിട്ട് അവിൽ മിൽക്ക് കൊണ്ടുവന്ന ഇടം. ഇവിടെയാണ് അവിൽ മിൽക്ക് ഉണ്ടായ സ്ഥലം. ഫ്രണ്ട്സ്, അങ്ങനെ തിരൂരെത്തിട്ടോ. ഒരു ടൈം എടുത്തിട്ടുണ്ട്. 5 മണി കഴിഞ്ഞിങ്ങനെ സമയം.
ഏകദേശം ബീച്ചിന്റെ സൈഡ് എത്തിയിട്ടുണ്ട്. അതായത് അപ്പുറത്തെ, അതായത് മാപ്പിൽ നോക്കുമ്പോൾ ആ സൈഡ് ബീച്ചാണ് ഫുള്ള്. ഒരു 6 കിലോമീറ്റർ ഇനി ഈ ഒരു റോഡ് നേരെയാണ്. ഇപ്പോഴാണ് ഒരു കറക്റ്റ് നല്ലൊരു റോഡ് കിട്ടിയത്. ഇത് നേരെയാണ്, അതും ബീച്ചിന്റെ സൈഡിൽ കൂടെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ബീച്ചിന്റെ ഉള്ളില് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് ബീച്ചിന്റെ അടുത്ത് മണ്ണിൽ പാർക്ക് ചെയ്യാം. വാ, നമ്മുടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് കൂടെയാണ് പോകാനുള്ള വഴി. ഓഫ്, അടിപൊളി. ഇവിടെ വണ്ടി ഇടാം. ബാക്കി ഡോർ തുറന്നപ്പോ തന്നെ ഇറങ്ങി പോയിട്ടോ. ഇതൊന്ന് കൊളുത്തട്ടെ. ഒരു മിനിറ്റ് സ്റ്റോപ്പ്. ഓക്കെ, അങ്ങനെ ബ്ലാക്ക് ആദ്യമായി കടൽ കാണാൻ പോവുകയാണ്. കടലിൽ നമ്മളെ മുന്നിൽ ഉണ്ട്. യെസ്, ഇതാ കിടക്കുന്നു കടൽ. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ലീഷ് ഇടാതെ തന്നെ കൊണ്ടുപോവാ. ഈ കടൽ കണ്ടിട്ട് അന്തം വിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പൊടിയാണ് റങ്ക്. എങ്ങനെയുണ്ട് കടല്? കളിക്ക്, വാ, ഓട് ഓട് ഓട്. എങ്ങനെയുണ്ട്? നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഖമൊക്കെ കണ്ടോ? നല്ല ചിരിച്ച മുഖമാണ്. എങ്ങനെയുണ്ട് കടല്? ഉപ്പുവെള്ളാണ്. ബ്ലാക്ക് അവിടെ പോയി ഉപ്പുവെള്ളം കുടിക്കുന്നുണ്ട്. ബാക്കി കുടിക്കാനുള്ള വെള്ളം എഴുതിയിട്ട് വെള്ളം കുടിക്കാൻ നോക്കുന്നു. Our world is burning, but they'll keep on selling broken toys. Whoa, can't be it, this can't be it now. Whoa, can't be it, this can't be it now. Whoa, bombs just never end. They detonate inside my head, tearing up my generation. Whoa. Friends, ഇവന്റെ വെള്ളം വണ്ടിക്കകത്തിരിക്കുകയാണ്. അത് പോയി കൊടുക്കട്ടെ. ദാഹിക്കുന്നുണ്ട്. ഞങ്ങൾ ബോൾ കളിക്കാൻ പോവാണേ. ഭയങ്കര വേറൊരു പട്ടിയെ കാണാൻ പിന്നാലെ ഓടിച്ചു കിട്ടിയത് പണലായോണ്ട് ഓടിച്ചു പിടിച്ച് കിട്ടിയതാണ്. ഇവിടെ ബീച്ചിൽ കുറേ പട്ടികളുണ്ട്. അടുത്തതായി ഞാനും ബ്ലാക്കും തമ്മിൽ ഓട്ടം മത്സരം. ഇതാണ് ഫിനിഷ് പോയിന്റ്. ബ്ലാക്കിന്റെ എനർജി ഒത്തു തീർന്നേക്കണേ വണ്ടിയുടെ യാത്ര. ഇവിടെ മറ്റേ ഡെസേർട്ടിൽ ഓടിക്കണം മറ്റേ വണ്ടി. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓടിക്കാം. ബോട്ട് കാണാൻ പോവാം. ബോട്ട് ഉണ്ടല്ലോ. ഇതുണ്ടോ, മഴക്കാറുണ്ടോ?
മഴക്കാറല്ലേ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടല്ലോ. ആ മഴക്കാറുണ്ട്, മഴക്കാറ് നല്ല, പക്ഷേ സെറ്റ് ക്ലൈമറ്റ് കേട്ടോ. ആൾക്കാർ വളരെ കുറവാണ്, നല്ല സ്ഥലം, നല്ല വൃത്തിയുണ്ട് കോഴിക്കോടിനെ അപേക്ഷിച്ചു. ബാക്കിയത് അവിടെ അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല, കടന്നു പോവാണ്. Now every truth is drowned beneath the sea of vanity. Do you feel proud up in your tower built on fear and doubt? The sky is falling, they just smile, never call it out. ചൂണ്ടകൾ കുറേ ഉണ്ട്. ഞാൻ പിന്നെ എൻ്റെ ചൂണ്ട വിറ്റു, നിവർത്തില്ലാതെ വന്നപ്പോൾ. ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയാണ്. റസ്റ്റ് പിന്നെ ബാക്കി കടന്നു കേട്ടോ. ഇതെന്താ മാറ്റണത്? ഇനി പോയി, ഇനി മുങ്ങിയാലേ ഇനി പോയി കടൽ കൊണ്ടുപോകും. മതി, അത്ര അത് മതി. ഫ്രണ്ട്സ്, ഞാനേ ഫുള്ള് നനഞ്ഞുണ്ട്. ഞാൻ അതിൻ്റെ തോർത്തും കൊണ്ടാണ് വന്നത്. എനിക്കറിയാം ഞാൻ മഴ പെയ്താൽ തോർത്താൻ വേണ്ടി എടുത്തതാണ്, പക്ഷേ അതാവശ്യം വന്നു. നമ്മൾ വണ്ടി നിർത്തിട്ട് സാറൊന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നു. അപ്പം അതാ അടിപൊളി സൺസെറ്റ് വരുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്. അയ്യവ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബ്ലാക്കി ക്ഷീണം മാറിയ ശേഷം കടൽ കളി കൂടിയുണ്ട്. ഇനി കളി കൂടുകയാണെങ്കിൽ കടലിൽ കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ. ബാക്കി പോലെ വാ.